ഇവരും ഇന്ത്യയുടെ ഭാഗമല്ലേ? ഇവർക്ക് നീതി നിഷേധിച്ചിരിക്കുകയാണ്. ദയവായി ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. नमस्ते मोदी जी, हमारे ऑनरेबल प्राइम मिनिस्टर ऑफ इंडिया, आपको पता है जो आज हुआ है मणिपुर में? आपको पता है भी जो आज हुआ है मणिपुर में? आप बोलते हो कि पीस है, आप बोलते हो कि शांति है, बट व्हाट इज, वेयर इज दैट पीस? മണിപ്പൂരെ ജനതയുടെ വിലാപമാണ് നമ്മൾ കാണുന്നത്. 2023 തുടങ്ങിയ കലാപമാണ്. ആ കലാപം ഇന്നും അയവ് വന്നിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണെന്ന് ഓർക്കണം. കൊട്ടിഘോഷിക്കുന്നുണ്ട് ഇന്ത്യ ഒരു മൂന്നാമത്തെ ശക്തിയായിട്ട് വളരുന്നു. നല്ല കാര്യം, ഇന്ത്യ വളരട്ടെ, നമുക്കതിനകത്ത് അഭിമാനമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ എടുത്തു നോക്കൂ, വർഗീയ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടായിട്ട് മാറിയില്ലേ? 2023 മുതൽ 2026 വരെ ഒരു സ്റ്റേറ്റിൽ പൂർണ്ണമായും കലാപകാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കലാപം നടക്കുന്നത്? ജാതിയുടെയും മതത്തിന്റെയും പേരിലാണ്. ഈ 2023 മെയ് മാസം മുതൽ തുടങ്ങിയ കലാപം പ്രധാനമായിട്ടും അവിടുത്തെ നെയ്തി, കുക്കി, നാഗ വിഭാഗങ്ങൾ തമ്മിലാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് അറിയില്ല. What kind of nonsense are you talking about? That your government is talking about. Today, a mother was injured. Her two babies, little kids, were dead. They died today in the hands of Kuki militants. ഈ നെയ്തി വിഭാഗത്തിന് പട്ടികവർഗ പദവി നൽകുന്നതിനെതിരെയുള്ള നീക്കമായിട്ടാണ് ഈ കുക്കി അതേപോലെ തന്നെ നാഗ വിഭാഗങ്ങൾ എതിരായിക്കൊണ്ട് അവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയും ആ പ്രതിഷേധം പിന്നീട് ഒരു കലാപമായിട്ട് മാറുകയുമാണ്. അതായത് ജാതീയമായിട്ടുള്ള ഒരു കലാപമായിട്ട് അവിടെ അത് മാറുകയാണ്. ആ കലാപത്തെ അടിച്ചമർത്തുവാൻ വേണ്ടി ഇപ്പോഴും നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവരുടെ കഴിവുകേടിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടിയാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ഈ കലാപം തുടങ്ങിയതിന് ശേഷം നൂറുകണക്കിന് ആളുകൾ മരണപ്പെടുകയും അതേപോലെ തന്നെ ഏതാണ്ട് 5000-ലധികം ആളുകൾക്ക് ഭവനങ്ങൾ നിഷേധിക്കുകയും 40,000-ഓളം ആളുകൾ ആ ഒരു സംസ്ഥാനത്ത് നിന്നും മണിപ്പൂരിൽ നിന്നും പലായനം ചെയ്ത് ക്യാമ്പുകളിൽ താമസിക്കുകയും ചെയ്യുകയാണ്. ഒന്നാമത്തെ കാരണമെന്ന് പറഞ്ഞാൽ ഈ പട്ടികവർഗ പദവി നൽകുന്ന തർക്കമാണ്. അതായത് ഈ മെയ്തി വിഭാഗം എന്ന് പറയുന്നത് മണിപ്പൂരിലെ ഒരു പ്രബല വിഭാഗമാണ്. നിലവിൽ പട്ടികവർഗക്കാരായിരിക്കുന്ന കുക്കി അതേപോലെ തന്നെ നാഗ വിഭാഗങ്ങളാണ് ഇതിനെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അത് കലാപത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. പിന്നെ അവിടുത്തെ സർക്കാർ കൊണ്ടുവന്ന ഭൂമിയുടെ അവകാശം, അതായത് അവർ നിലവിൽ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വനമേഖലയിൽ നിന്നൊക്കെ അവരെ കുടിയൊഴിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കുക്കി വിഭാഗങ്ങൾക്ക് വലിയ എതിർപ്പുണ്ടാവുകയും ഇതും ഈ സംഘർഷത്തിന് ഒരു കാരണം ആവുകയും ചെയ്തു.